നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചോളുക. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ വസിക്കുവാനായിട്ട്, അവിടുന്ന് എന്നും നിലനിൽക്കുവാനായിട്ട് യേശു ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം എത്ര അനുഗ്രഹീതമാണ്. ഇത്രമാത്രം ധ്യാന കേന്ദ്രമുള്ളൊരു സ്ഥലം ലോകത്തുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത്രമാത്രം മനുഷ്യരാണ് ഓരോ ആഴ്ചയും ധ്യാനം കൂടി പുറത്തേക്ക് ഇറങ്ങുക. എത്രമാത്രം തരം ധ്യാന കേന്ദ്രങ്ങളാണ് നമുക്കുള്ളത്. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാവുന്ന ധ്യാന കേന്ദ്രങ്ങൾ, ഒരേ സമയത്ത് തന്നെ വിവിധ ഭാഷകളിൽ തമ്പുരാൻ്റെ വചനം കേൾക്കുവാനും മാനസാന്തരം പ്രാപിക്കുവാനും അവസരം ഒരുക്കിയിരിക്കുന്ന ഒരു നാട്. അത് വചനപ്രഘോഷണത്തിനുള്ളത്, മാനസാന്തരത്തിനുള്ളത്, അത് അത്ഭുത പ്രവൃത്തിക്കുള്ളത്, അങ്ങനെ ധ്യാന കേന്ദ്രങ്ങൾ ഒത്തിരി കർത്താവ് ഇന്ന് എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് മക്കളാണ് കർത്താവിൻ്റെ വചനം കേട്ട് തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പാപങ്ങളിൽ നിന്ന് മാറി പുതിയ ജീവൻ നയിക്കുവാനായിട്ട് ഉറച്ച് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരിക. പക്ഷേ ഇതിൽ ചുരുക്കം മനുഷ്യർക്ക് മാത്രമേ ആ ഒരു കൃപയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ധ്യാനവും കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇനി നേരായ വഴിയിലൂടെ മാത്രം, ഇനി എന്നും വചനം വായിക്കും, ഇന്ന് വചനമനുസരിച്ച് ജീവിക്കും, ഇനി കർത്താവിന് മാത്രം പ്രഥമ സ്ഥാനം. ഇതൊക്കെ തീരുമാനമെടുത്തുകൊണ്ടാണ് എല്ലാ മക്കളും ധ്യാനകേന്ദ്രം വിട്ട് പുറത്തേക്ക് വരിക. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, ജീവിതം വീണ്ടും പഴയ പടിയിലേക്ക് പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെ നമുക്ക് ദൈവകൃപയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. നിലനിൽപ്പിൻ്റെ കൃപ ലഭിക്കുവാൻ ഏത് വഴിയിലൂടെയാണ് നമ്മൾ നീങ്ങേണ്ടത്? പരിശുദ്ധ കത്തോലിക്ക സഭ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ എങ്ങനെയാണ് തമ്പുരാൻ്റെ കൃപയിൽ നിരന്തരം നമുക്ക് വസിക്കാൻ സാധിക്കുക, എങ്ങനെ ഓരോ ദിവസവും നമുക്ക് ശക്തി ആർജിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒന്നാമതായിട്ട് പരിശുദ്ധ കുർബാന, അത് നിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാവട്ടെ. അത്രമാത്രം വിലയാണ് കർത്താവ് പരിശുദ്ധ കുർബാനയ്ക്ക് നൽകിയത്. നമുക്കറിയാം, ബൈബിളിൻ്റെ ആദ്യ ഭാഗം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മന്ന പെയ്യിച്ചുകൊണ്ട് ആ ജനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം, രാത്രിയിൽ അഗ്നിയായി പകൽ മേഘമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവം, ആ മന്ന പൊഴിച്ചുകൊണ്ട് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുന്ന നമ്മൾ കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പത്തിൻ്റെ നാടായ ബേത്ലഹേമിൽ ദൈവത്തിൻ്റെ പുത്രൻ വന്ന് ജാതനാകുന്നു. ആ ദൈവത്തിൻ്റെ പുത്രൻ ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ എന്നും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറിയാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ളൊരു സത്യമാണ്. അത്രമാത്രം വില കൊടുത്താണ് ഈശോ നമുക്ക് പരിശുദ്ധ കുർബാന നൽകിയത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 6-ാം അധ്യായത്തിൽ എത്ര മനോഹരമായിട്ടാണ് ഈശോ ആ കുർബാനയെ ആ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റണം. അവരെല്ലാവരും സംതൃപ്തമായി കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞു വിടുന്നു. പിറ്റേ ദിവസം ആ സമയമായപ്പോൾ ആ ജനം മുഴുവനും യേശുവിനെ അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ യേശു പ്രസംഗിച്ച തലേ ദിവസം അത്ഭുതം പ്രവർത്തിച്ച ആ ഇടത്ത് അവർ വന്ന് നോക്കുമ്പോൾ യേശുവിനെ കാണുന്നില്ല. അവർ അന്വേഷിക്കുകയാണ്, എവിടെയാണെന്ന് യേശു. ആരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇന്നവൻ കടലിൻ്റെ അക്കരയിലാണ്.
ആ ജനം മുഴുവൻ അവിടെ ഓടിക്കൂടി നമ്മൾ കാണുന്നുണ്ട്. റബ്ബി അങ്ങ് എപ്പോഴും ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സൗഹൃദത്തിൽ ഈ മനുഷ്യർ വരുമ്പോൾ യേശു അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ എൻ്റെ വചനം കേൾക്കാനുള്ള ദാഹം കൊണ്ടോ അല്ലല്ലോ, മറിച്ച് ഇന്നലെ നിങ്ങൾക്ക് വയറ് നിറച്ച് അപ്പം കിട്ടിയതുകൊണ്ടല്ലേ. എന്നിട്ട് ഇന്ന് എന്തായി? ഇന്നലെ വയറ് നിറച്ച് നിങ്ങൾ ആഹാരം കഴിച്ചു, ബാക്കി വന്നു. പക്ഷെ ഇന്ന് ഈ സമയമായപ്പോൾ വീണ്ടും നിങ്ങൾക്ക് വിശന്നില്ലേ? അതിൻ്റെ അർത്ഥം ഈ ലോകം നൽകുന്ന അപ്പം കൊണ്ട് ശമിക്കുന്നതല്ല നിന്റെ വിശപ്പ്. എന്നിട്ടാണ് ഈശോയോട് പറയുക, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എത്ര മനോഹരമായിട്ടാണ് യേശു ആ ഒരു കുർബാനയെ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഒരുപക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും ആ മനുഷ്യർക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി, അവരെല്ലാവരും കുർബാന ഉൾക്കണ്ടു. എന്നാൽ അങ്ങനെയല്ലല്ലോ. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റണില്ല. ഞങ്ങൾ എങ്ങനെ നിൻ്റെ ശരീരം ഭക്ഷിക്കും? ഞങ്ങൾ എങ്ങനെ നിൻ്റെ രക്തം പാനം ചെയ്യും? ഞങ്ങൾ എന്താ നരഭോജികളാണോ? വചനം നമ്മൾ പറയുകയാണ്, മനുഷ്യർ മുഴുവനും അവരെ ഉപേക്ഷിച്ചു പോവുക. ഇവിടെയാണ് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, പക്ഷെ പരിശുദ്ധ കുർബാനയിൽ അതിൽ വെള്ളം ചേർക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഞാൻ വന്നിരിക്കുന്നത് കുർബാനയാകുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യ അത്താഴ ദിവസം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് യേശു തൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക. പാനപാത്രം ആശീർവദിച്ച് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുക. അവസാനത്തെ കൽപ്പന, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ മരിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മോടൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളെത്ര വഴിതെറ്റിയ മക്കളാണേലും നമ്മളത് നിവർത്തിക്കും. കാരണം എൻ്റെ അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. എൻ്റെ അമ്മ എന്നോട് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, അത് നിവർത്തിച്ചിരിക്കും നമ്മൾ എന്ത് വില കൊടുത്താണേലും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു അവസാനമായിട്ട് തൻ്റെ മരണത്തിന് തലേ രാത്രിയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മോട് ആവശ്യപ്പെട്ടൊരു കാര്യം ഇതാണ്. അവസാനമായിട്ട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. പ്രിയപ്പെട്ടവർ, എനിക്കറിയാവുന്ന ഒരു യുവാവുണ്ട്, മദ്യപാനിയാണ്. ചെറുപ്പം മുതൽ ഇങ്ങനെ മദ്യപിച്ച് കഴിയുക. ഈ അമ്മയ്ക്കുള്ള ഏക മകനാണ്, ഭർത്താവ് മരിച്ചുപോയി. ഈ മകന് വേണ്ടിയാണ് ഈ അമ്മ ജീവിച്ച് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ മകനിങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ടു പോയി. പല പ്രാവശ്യം എൻ്റെ അടുത്ത് ഈ അമ്മച്ചി ഈ മകനെയും കൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവനൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് ആ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പല ധ്യാനത്തിന് പല ചികിത്സയ്ക്കെല്ലാം അവൻ പോയിട്ടുണ്ട്. പക്ഷേ അവൻ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് ഇങ്ങനെ വീണു പോകുന്നൊരു ചരിത്രം. അങ്ങനെ അവസാനം അമ്മ മരിക്കാറായി, മരണക്കിടക്കയിൽ കിടക്കുക. അപ്പോഴാണ് ഞങ്ങളൊക്കെ രോഗീലേപനത്തിനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മകനടുത്ത് നിൽപ്പുണ്ട്. ഈ അമ്മ കൈകൊണ്ട് കാണിക്കുക മകൻ്റെ കരങ്ങൾ. ഇവൻ വേഗം അമ്മയുടെ കരം ചേർത്ത് പിടിച്ചു. അന്ന് അമ്മ അവനോട് പറഞ്ഞു, മോനെ നീ ഇനി കുടിക്കരുത്. അത് പറഞ്ഞ് പൂർത്തിയാക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ മരിക്കുകയും ചെയ്തു. വർഷങ്ങൾ ഇന്ന് 10-18 കഴിഞ്ഞു. എനിക്ക് ആ മകനെ കൃത്യമായിട്ടറിയാം. പിന്നീട് ഒരിക്കലും അവൻ മദ്യപിച്ചിട്ടില്ല. വളരെ മാന്യനായിട്ട്, വളരെ സമൂഹത്തിൽ വളരെ അംഗീകാരമുള്ളൊരു ഒരു മകനായിട്ട് ഇന്ന് ജീവിക്കുക. ഞാൻ അവനോട് പല പ്രാവശ്യം ചോദിച്ചു, എടാ നീ ജീവിച്ചിരുന്നപ്പോൾ നിൻ്റെ അമ്മ എത്രമാത്രം കൊതിച്ച് ഇതുപോലെ നിന്നെ ഒന്ന് കാണാനായിട്ട്, അതിന് സാധിച്ചില്ലല്ലോ. അവൻ എന്നോട് പറഞ്ഞൊരു ഉത്തരം ഇതാണ്, അമ്മ മരിച്ചതിന് ശേഷവും എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റിയില്ല. ഞാനും കൂട്ടുകാരും കൂടി ബാറിലേക്ക് കുടിക്കാൻ വേണ്ടി പോയി. അവിടെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാം വിളമ്പിയൊക്കെ വെച്ചു. ആ ഗ്ലാസ്സിൽ എൻ്റെ കരം പിടിച്ചപ്പോൾ, ആ തണുത്ത ഗ്ലാസ്സുകളിലേക്ക് ഞാൻ എൻ്റെ കരം ചേർത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, മരണനിമിഷത്തിൽ അമ്മ എൻ്റെ കരം ചേർത്ത് പിടിച്ചതാ. അന്ന് അമ്മയുടെ കരം നല്ലോണം തണുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഗ്ലാസ്സിൽ കയറി പിടിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരിക അമ്മയുടെ ആ മുഖവും ആ കണ്ണ് മറിഞ്ഞു പോകുന്നതും അമ്മയുടെ ആ അവസാനത്തെ വാക്കുമാണ്, മോനെ നീ ഇനി കുടിക്കരുത്. പിന്നെ അവന് കുടിക്കാൻ പറ്റില്ല, അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക.
പല പ്രാവശ്യം ഇങ്ങനെ പരീക്ഷിച്ച് നോക്കി അവന് കുടിക്കാൻ പറ്റില്ല, അവൻ ഇറങ്ങിപ്പോന്നു. ഇന്നവൻ ആ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നേടി. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരമ്മയുടെ അവസാനത്തെ വാക്ക് ജീവിച്ചിരുന്ന മുഴുവൻ കാലത്തും ഈ അമ്മ ഉപദേശിച്ചുകൊണ്ടിരുന്നതാ. അതൊന്നും ആ മകനെ മാറ്റിമറിച്ചില്ല. പക്ഷേ അവസാനത്തെ ഒരു ആഗ്രഹം അത് ആ മകൻ്റെ ജീവിതത്തെ തന്നെ മാറ്റുകയാണ്. അവൻ ഇന്ന് വിശുദ്ധനായൊരു മനുഷ്യനായിട്ട് സമൂഹത്തിന് മുന്നിൽ സാക്ഷ്യം വഹിച്ച് ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തിയുടെ അവസാനത്തെ വാക്ക് ഒരു വ്യക്തിയെ സ്വാധീനിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ അവസാനത്തെ ആഗ്രഹം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട്, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാനായിട്ട്, മരണം വരെ വിശ്വസ്തരായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ കൃപ നഷ്ടപ്പെടാതെ പോകുവാൻ നമുക്ക് കൊതിയുണ്ടെങ്കിൽ, ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ട തീരുമാനം ഇതാണ്: പരിശുദ്ധ കുർബാനയിൽ ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കും. ഒരൊറ്റ തീരുമാനം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കുകയില്ല. ദേവാലയത്തിൽ പോയി പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ യൂട്യൂബിലോ എൻ്റെ ടി വിയിലോ എവിടെയെങ്കിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കും. ഒരു കുർബാന കൊണ്ട് എൻ്റെ ദിവസം ആരംഭിക്കുന്നു തീരുമാനിച്ച് അവിടെ നിന്ന് ജീവിതത്തിന് പുതിയ ഒരു നാമ്പ് മുളയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. നിലനിൽക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാനയോട് ആഴമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. ആ പരിശുദ്ധ കുർബാനയിൽ ദിവസവും ആ ദിവസം ആരംഭിക്കാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞായറാഴ്ച ദിവസത്തെ പരിശുദ്ധ കുർബാന. കർത്താവിൻ്റെ ദിവസമാണ്, അത് പരിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ദിവസമാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചിന്തിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നിലനിൽപ്പിൻ്റെ കൃപ കിട്ടുവാൻ വേണ്ടി, കർത്താവിൻ്റെ വരപ്രസാദത്തിൽ നമ്മൾ വളരുവാൻ വേണ്ടി ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്, സാധിക്കുമെങ്കിൽ ഒരു ദിവസം പോലും ഞാൻ പരിശുദ്ധ കുർബാന മുടക്കുകയില്ല എന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾ അത് കൃപയായിട്ട് വരും. പരിശുദ്ധ കുർബാന നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധിയിൽ വളരുവാനായിട്ട്, കൃപയിൽ വളർന്നു വരുവാനായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് കർത്താവിൻ്റെ വചനത്തോട് ആഴമായൊരു ബന്ധമുണ്ടാക്കുക. നമുക്കറിയാം, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് മനുഷ്യൻ്റെ വികാരങ്ങളെ വിവേചിച്ചറിയാൻ ശക്തിയുള്ളതാണ്. വീണ്ടും വചനം നമ്മോട് പറയുകയാണ്, 119 സങ്കീർത്തനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, എൻ്റെ വഴിയിൽ പ്രകാശമാണ്. സങ്കീർത്തൻ പറയുക 119 സങ്കീർത്തനം 9 വാക്യം. എങ്ങനെയാണ് ഒരു യുവാവ് തൻ്റെ വഴി നേരായ വഴിയിലൂടെ കാത്തു സൂക്ഷിക്കുക? ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് ചെല്ലുമ്പോൾ വചനം നമ്മോട് പറയുകയാണ്, ആകാശത്ത് പെയ്യുന്ന മഴ പോലെയാണ് എൻ്റെ വചനം. അതൊരിക്കലും പകുതി വെച്ച് നിർത്തി വീണ്ടും ആകാശത്തേക്ക് പോകില്ല. അത് ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കും. അത് ഭൂമിയിൽ പതിച്ച് ആ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റും. ഇതുപോലെയാണ് എൻ്റെ വചനവും, ഫലശൂന്യമായി പോവുകയില്ല. ജെറമ്യാ പറഞ്ഞു വയ്ക്കുന്നു, ദൈവത്തിൻ്റെ വചനം എനിക്ക് പാറയെ തേർക്കുന്ന കൂടം പോലെയാണ്, അതെനിക്ക് തേനിനേക്കാൾ മധുരമാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തോടൊരു ആഴമായ ബന്ധമുണ്ടാക്കിയെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും വചനം വായിക്കുവാനായിട്ടൊരു സമയം നിശ്ചയിക്കുക. നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് വചനം ഉറക്കെ വായിക്കുക. വചനവുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. ചില വചനങ്ങൾ നമ്മൾ മനഃപ്പാഠം പഠിച്ച് നമ്മുടെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾ ജ്വലിക്കുവാനായിട്ട് ദൈവം തരുന്ന വലിയ ഒരു ശക്തിയാണ് വചനത്തോടുള്ള ആഴമായ ബന്ധം. പല കുടുംബങ്ങളിലും ഇന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഒത്തിരിയേറെ മക്കൾ വചനം എഴുതുന്നുണ്ട്. ബൈബിള് സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ഒരു കൃപ ലഭിച്ച ഒത്തിരി മക്കളെ ഞാൻ കാണുന്നുണ്ട്. ദൈവം കൊടുത്തൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഓരോ വ്യക്തിയും ബൈബിളിൻ്റെ ഒരു അധ്യായം 2 അധ്യായമൊക്കെ എഴുതി ആ ബൈബിൾ മുഴുവൻ കൈയക്ഷരത്തിൽ എഴുതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരിക. വചനം മാംസം ധരിക്കുന്ന അനുഭവങ്ങളൊക്കെയാണ്. പരിശോധിച്ച് നോക്കുക, വചനത്തിന് ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൽ ഒരു ആഭിമുഖ്യമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങളിൽ മാതാപിതാക്കളായിട്ടുള്ളവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ
ഒരു 10 വയസ്സോ 11 വയസ്സിൻ്റെയൊക്കെ ജന്മദിനത്തിന് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു ബൈബിൾ വാങ്ങിയ കൊച്ചിന് കൊടുക്കുക. എന്നിട്ട് ആ ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ ആ കൊച്ചിൻ്റെ പേരെഴുതി വെക്കാൻ പറയുക. അത് അവൻ്റെ ബൈബിളായിരിക്കട്ടെ, അത് അവളുടെ ബൈബിളായിരിക്കട്ടെ. എല്ലാ ദിവസവും ആ വചനം വായിക്കാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഒരു പാരഗ്രാഫെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കാൻ പറയുക. എന്നിട്ട് ആ വായിച്ച വചനത്തിൽ ഏതെങ്കിലും ആ കുഞ്ഞിനെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു പേന മേടിച്ചു കൊടുക്കുക. അവൻ്റെ ബൈബിളല്ലേ, അവന് ഇഷ്ടപ്പെട്ട വചനം വായിക്കുമ്പോൾ അവനെ സ്പർശിച്ചതായിട്ട് തോന്നുന്ന വചനം അവൻ ആ പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ടിട്ടെ ഒരാഴ്ചയ്ക്ക് എത്തുമ്പോൾ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറയുക. എത്ര വചനം അങ്ങനെ അവൻ വായിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഒരു ചെറിയ സമ്മാനമൊക്കെ ആ കൊച്ചിന് കൊടുക്കുക. ഒരു പ്രോത്സാഹനമാകട്ടെ വചനം വായിക്കാനായിട്ട്, സ്പർശിച്ച വചനം അണ്ടർലൈൻ ചെയ്തിടാനൊക്കെ ആയിട്ട്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് വളർന്നു വരും. 10 വയസ്സ് തൊട്ട് ആ കൊച്ചിങ്ങനെ വചനം വായിച്ച് സ്പർശിച്ച വചനങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ അവൻ്റെ ബൈബിൾ ഒത്തിരിയേറെ വചനങ്ങൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത വചനങ്ങളുണ്ടെങ്കിൽ ഭാവിയിൽ അവനൊരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ അവനോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ അവൻ്റെ ബൈബിൾ എടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് അങ്ങ് തുറന്നു. ആ പേജിൽ അവൻ കാണുന്ന വചനം അത് അവന് വേണ്ടി ദൈവം നിശ്ചയിക്കുന്ന ഒരു വചനമായിരിക്കാം. അത് അവൻ്റെ പാദങ്ങൾക്ക് വിളക്കാവാം, അത് അവൻ്റെ വഴിയിൽ പ്രകാശമായി മാറാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ദൈവം തന്ന ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം കുഞ്ഞുനാളിൽ തന്നെ ആ കുഞ്ഞുങ്ങൾ കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൊച്ചുങ്ങൾക്ക് പോഷകാഹാരം കൊടുക്കാൻ നമുക്ക് നല്ല താല്പര്യമാണ്. കൊച്ചുങ്ങൾക്ക് നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്. നല്ല സ്കൂളിൽ വിടാൻ നമുക്ക് താല്പര്യമാണ്. വചനം കൊടുക്കുവാനായിട്ട് ഒരു മാതാവും പിതാവും എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മോട് പറയുകയാണ്, നിലനിൽപ്പിൽ വളരുവാനായിട്ട്, കർത്താവിൻ്റെ കൃപയിൽ വളർന്നു വരുവാനായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് അത് വചനത്തോടൊരു ദാഹം ഉണ്ടാക്കിയെടുക്കുക. വചനം വായിക്കാൻ ഒരു കൊതി ഉണ്ടാകുക. വായിക്കുന്ന വചനങ്ങളിൽ നമ്മെ സ്പർശിക്കുന്ന വചനങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക. പിന്നീട് അത് നമുക്ക് ദൈവം നമ്മോട് സംസാരിക്കുന്ന ചില പ്രത്യേക മേഖലകളിൽ തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്ന വചനമായത് മാറും, സ്വരമായിട്ട് മാറും. ഞാൻ പറഞ്ഞു വന്ന 2 കാര്യങ്ങളാണ് നിലനിൽപ്പിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി. ഒന്ന്, പരിശുദ്ധ കുർബാനയുടെ ആഴമായൊരു ബന്ധം വളർത്തിയെടുക്കാൻ നോക്കുക. കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്ന് തീരുമാനിക്കുക. രണ്ടാമതായിട്ട് തമ്പുരാൻ്റെ വചനം, അതിനോടൊരു പ്രത്യേകമായിട്ടുള്ള ദാഹം ജനിപ്പിക്കുക. അത് പ്രചരിപ്പിക്കാനായിട്ട്, അത് വായിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഇത് നമ്മുടെ നിലനിൽപ്പിന് വളരെയധികം ശക്തി പകരുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിലനിൽപ്പിൻ്റെ കൃപ കിട്ടുവാനായിട്ട്, വരപ്രസാദം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാനായിട്ട് മൂന്നാമത്തെ കാര്യം അത് കുടുംബ പ്രാർത്ഥനയോടുള്ള വിശ്വസ്തതയാണ്. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അത് വിശുദ്ധ ചാവറപ്പിതാവാണ്. കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥൻ എന്നൊക്കെയാണ് ചാവറപ്പിതാവ് പറയുക. കാരണം ജീവിച്ചിരുന്നപ്പോൾ കുടുംബങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചൊരു മനുഷ്യനാണ്. ആദ്യമായിട്ട് കത്തോലിക്ക സഭയിൽ ഒരു പ്രസ് വേണമെന്ന് തീരുമാനിച്ച മനുഷ്യൻ ഈ ചാവറപ്പിതാവാണ്. എന്തിനു വേണ്ടി? കുടുംബ പ്രാർത്ഥനകൾക്കൊരു ക്രമമുണ്ടാകണം, കുടുംബ പ്രാർത്ഥന അച്ചടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കണം, അതിന് നമുക്കൊരു പ്രസ് ആവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് അതിനുവേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അവസാനം ഒരു പ്രസ് സ്ഥാപിച്ച് ആ പ്രസ്സിൽ നിന്നൊരു കുടുംബ പ്രാർത്ഥന പുസ്തകം അടിച്ചിറക്കി എല്ലാ വീടുകളിലും എത്തിക്കുകയും ചെയ്ത വലിയ വിശുദ്ധനാണ് ചാവറപ്പിതാവ്. ആ ചാവറപ്പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി എഴുതിയ, സ്വന്തം കൈകൊണ്ട് എഴുതിയ ആ ചാവരുകൾ എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, മക്കളെ, എത്ര വലിയ തിരക്കുണ്ടായാലും, എത്ര വലിയ വിരുന്നുകാർ നിങ്ങൾക്കുണ്ടായാലും, എന്തെല്ലാം ആഘോഷം നടന്നായിക്കോട്ടെ, കുടുംബ പ്രാർത്ഥന നിങ്ങൾ മുടക്കിയേക്കരുത്. കൽപ്പന പോലെ ചാവറപ്പിതാവ് പറയുക, എത്ര തിരക്കായാലും എത്ര വലിയ ആഘോഷമായാലും കുടുംബ പ്രാർത്ഥന അത് നിങ്ങൾ മുടക്കരുത് എന്ന് ചാവറപ്പിതാവ് സ്വന്തം കൈകൊണ്ട് എഴുതി അന്നത്തെ മക്കൾക്ക് കൊടുക്കുക. നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ ആദ്യത്തെ വികാരി ജനറലായിരുന്നു ചാവറപ്പിതാവ്. കുടുംബങ്ങളുടെ വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ കൃപ വളരുവാൻ ആവശ്യമായെന്ന് തിരിച്ചറിഞ്ഞ ഒരു വിശുദ്ധനായിരുന്നു. അതുപോലെ തന്നെ ചാവറപ്പിതാവ് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതാണ് 53 മണി ജപം. 53 മണി ജപം ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. 53 മണി ജപം എന്ന് പറഞ്ഞാൽ അത് ജപമാലയാണ്. 53 പ്രാവശ്യം ഒരു ജപമാലയിൽ 53 പ്രാവശ്യം നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ഈ നന്മ നിറഞ്ഞ മറിയത്തിന് ഇത്ര പ്രാധാന്യം? ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ തന്നെ 3 വചനങ്ങളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ശക്തി.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മാലാഖ വന്ന് മറിയത്തോട് പറഞ്ഞ ദൈവവചനം. സ്ത്രീകളെ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എലിസബത്തിലൂടെ വന്ന ദൈവവചനം. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് നമ്മളാരും വിളിച്ചതല്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് അന്ന് പറഞ്ഞതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്കെന്ത് യോഗ്യതയാ. അപ്പോൾ 3 വചനങ്ങളുണ്ട് ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയത്തിൽ. ഒരു ദൈവവചനത്തെക്കുറിച്ച് വചനം പറയുക, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാ. അങ്ങനെയാണെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മറിയം നമ്മൾ ചെല്ലുമ്പോൾ 3 വചനങ്ങളാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് തിരുഹൃദയത്തിന് മുമ്പിൽ ഒരു തിരികെത്തിച്ച് വെച്ച് ഒരുമിച്ച് ഒരു ജപമാല ചെല്ലുമ്പോൾ 53 പ്രാവശ്യം ഈ നന്മ നിറഞ്ഞ മറിയമേ ചെയ്യുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബം നിറയുകയാണ്. ഇതുകൊണ്ടാണ് ചവറപ്പിതാവ് പറയുക, ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങരുത് നമ്മുടെ കുടുംബത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുക, ചിന്തിച്ച് നോക്കുക. കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മുടെയൊക്കെ പള്ളികളിൽ കുരിശുമണി അടിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കും. 3 നേരം കുരിശുമണി അടിക്കുന്നുണ്ട്. ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് വൈകുന്നേരം. ഈ കുടുംബം ഈ കുരിശുമണി നമ്മോട് ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്. പ്രത്യേകിച്ചും വൈകുന്നേരത്തെ കുരിശുമണി അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കടയിലായിരിക്കാം, നമ്മൾ ചിലപ്പോൾ തിരക്കിലായിരിക്കാം. മണി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കേണ്ട സമയമായി മാറി. കുരിശുമണി അത് നമ്മളെ ക്ഷണിക്കുകയാണ് കുടുംബത്തിലേക്ക്. കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം ചിന്തിച്ച് നോക്കുക. നമ്മൾ എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ, ദൈവം നൽകിയ കുഞ്ഞുങ്ങൾ, അവരെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ അവരെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 3-മതായിട്ട് കൃപയിൽ വളരുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു മാർഗമാണ് അത് കുടുംബ പ്രാർത്ഥന. വീണ്ടും നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോയാൽ 4-മത്തെ കാര്യം സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചാവറപ്പിതാവ് തന്നെയാണ് നമ്മോട് പറയുക, അത് ഞായറാഴ്ച ദിനം ആചരണം വെറും ഒരു കുർബാനയിൽ ഒതുക്കിയേക്കരുത്. അതാണ് ചാവറപ്പിതാവ് പറയുക. ഞായറാഴ്ച ദിനം വിശുദ്ധിയോടുകൂടി ഒരുങ്ങി പരിശുദ്ധ കുർബാന അർപ്പിക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അന്ന് വീട്ടിൽ നിങ്ങളായിരിക്കേണ്ട ദിവസമാണ്. അന്ന് ഭാര്യയുടെ കൂടെ, അന്ന് മക്കളുടെ കൂടെ ഒരുമിച്ചിരിക്കേണ്ട ദിവസമാണ്. അന്ന് കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി യത്നിക്കേണ്ട സമയം. ഒന്നിച്ച് കുറച്ച് സംസാരിക്കുക, ഒരുമിച്ച് കുറച്ച് സന്തോഷിക്കുക, ഒരുമിച്ച് മുറിയൊക്കെ ഒന്ന് ക്ലീനാക്കുക, പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അത് വിശുദ്ധിയുടെ ദിവസമാണ്, അത് കർത്താവിൻ്റെ ദിവസമാണ്, അത് പരിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ദിവസമാണ്. വീണ്ടും ചാവറപ്പിതാവ് പറയുകയാണ്, ഞായറാഴ്ച സാധിക്കുമെങ്കിൽ രോഗികളായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കാണാൻ പോകണം, അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. അത് കർത്താവിൻ്റെ ദിവസമാണ്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കുവാനുള്ള ദിവസമാക്കി അത് മാറ്റിവെക്കണം. അത് കർത്താവിൻ്റെ ദിവസമാണ്. അതേ, സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് കൃപയിൽ വളർന്നു വരുവാനായിട്ട് 4-മത്തെ കാര്യം അത് ഞായറാഴ്ച ദിനത്തിൻ്റെ ആചരണം. അത് നമ്മൾ ഒരു പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ദിവസമാക്കി മാറ്റരുത്. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവുണ്ടാകില്ല, അതൊക്കെ. അതല്ല എങ്കിൽ പണത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമായിരിക്കും. അത് കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, അത് മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ഇനി 5-മത്തെ കാര്യം സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൃപയിൽ വളർന്നു വരുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ വരുന്ന തലമുറ കൃപയിലായിരിക്കുവാനും വരുന്ന തലമുറയ്ക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഇല്ലാതിരിക്കുവാനും സഭ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് ദശാംശത്തിൻ്റെ കാര്യമാണ്. നീ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ 10-1 നീ ദൈവവേലയ്ക്കായിട്ടും അത് മനുഷ്യരുടെ സഹോദരങ്ങളുടെ നന്മയ്ക്കായിട്ടും നീ അങ്ങ് മാറ്റിവെച്ചേ, അവിടെ വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്കൊരു 500 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം എന്ന് വെച്ചാൽ, അതിലെ 10% 50 രൂപ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം, ഈ 50 രൂപ എൻ്റെ അല്ല, എനിക്ക് കൂലി ശരിക്കും 450 ഉള്ളൂ, അത് ചെലവഴിക്കാനേ എനിക്ക് അവകാശമുള്ളൂ. ബാക്കി 50 ദൈവം എൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവനാമത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും വേണ്ടി എനിക്ക് തന്നേക്കണതാ. അതിനകത്ത് കൈ തൊടാനായിട്ട് എനിക്ക് അവകാശമില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതാണ് ദശാംശം എന്ന് പറഞ്ഞാൽ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിന് 10-1 നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമക്കളുടെ നന്മയ്ക്കായിട്ട് അങ്ങ് മാറ്റിവെച്ചേ, അതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കടബാധ്യതയിൽ നിങ്ങളുടെ അടുത്ത തലമുറ ഒഴിവാകും. ബാങ്ക് ജപ്തി എന്നൊരു കാര്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയില്ല. കാരണം ദൈവം കൃപ ചൊരിയും. കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് കർത്താവ് 100 ഇരട്ടിയായിട്ട് തിരികെ തരും. ദശാംശം എന്നൊക്കെ പറഞ്ഞാൽ കർത്താവിന് കടം കൊടുക്കുന്നതിന് തുല്യമാണ്.
പലിശ സഹിതം തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങൾ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചു. നിലനിൽപ്പിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി, വരപ്രസാദത്തിൽ നിന്ന് നിലനിൽക്കാൻ വേണ്ടി, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി 5 കാര്യങ്ങൾ. 1, പരിശുദ്ധ കുർബാനയുടെ ആഴമായൊരു ബന്ധം വളർത്തിയെടുക്കുക. രണ്ടാമതായിട്ട്, തിരുവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുകയും വചനം പഠിക്കുകയും വചനം വായിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് വചനം വായിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. 2, മൂന്നാമത്തത് കുടുംബ പ്രാർത്ഥന. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് തിരുഹൃദയത്തിന് മുമ്പിൽ തിരികെത്തിച്ച് വെച്ച് ഒരുമിച്ച് 53 മണി ജപം ചെല്ലുന്ന കുടുംബത്തിൽ അവിടെ സാത്താന് നുഴഞ്ഞു കയറാൻ സാധിക്കുകയില്ല. 4, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ള കൽപ്പന. ഞായറാഴ്ച ദിവസം വിശുദ്ധിയോടുകൂടെ ബലിയർപ്പിക്കുക. അത് കഴിഞ്ഞ് ആ ദിവസം കുടുംബത്തോടു കൂടി ആയിരിക്കുക. ആ കുടുംബത്തിൻ്റെ സന്തോഷം വ്യാപിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പരിശ്രമിക്കുക. അന്നേ ദിവസം രോഗികളായിട്ടുള്ളവരെ, ഒറ്റപ്പെട്ട് കഴിയുന്നവരെ സന്ദർശിച്ച് അവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യമായി മാറുക. 5 ഞാൻ പറഞ്ഞു വെച്ചത്, ദശാംശത്തിൻ്റെ കൃപ നിങ്ങൾ നേടിയെടുക്കുക. കിട്ടുന്നത് എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല. ഇവിടെ നമ്മുടെ മനസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്യണം. ഞാൻ സമ്പാദിക്കുന്നതിന് 90% ശരിക്കും എനിക്ക് അർഹതയുള്ളൂ, 10 എൻ്റേതല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുവഴിയായിട്ട് വരുന്നൊരു തലമുറയ്ക്ക് നല്ലൊരു അടിസ്ഥാനം ഇടാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, കർത്താവേ, നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ വചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചുകൊള്ളുക. കർത്താവെ, അങ്ങയിൽ വസിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിൽ വളരാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. പരിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിൽ, തിരുവചനത്തോടുള്ള ആഴമായ ദാഹത്തിൽ, കുടുംബ പ്രാർത്ഥനയിലുള്ള ഒരുമയിൽ, മറ്റുള്ളവർ വേദനയിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു മനസ്സിൽ, അതുപോലെ തന്നെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ 1% ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിലൂടെ നിലനിൽക്കുവാൻ, കൃപാവരത്തിൽ വളരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.